നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം. വീട്ടിൽ എങ്ങനെ സ്വന്തമായി വളരെ ചെലവ് ചുരുക്കി ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ആദ്യം വേണ്ടുന്നത് ഇതുപോലെ 200 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മും പിന്നെ ഈ കാണുന്ന 4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പിന് നീളം ഏകദേശം ഡ്രമ്മിനേക്കാൾ ഒരടി മുകളിൽ നിൽക്കണം. ചുറ്റോട് ചുറ്റും ഈ കാണുന്ന ഡ്രിൽ ഹോൾസ് നമ്മൾ 4 ഇഞ്ചിൻ്റെ പൈപ്പ് കടത്താനായിട്ട് വലിയൊരു ഹോള് നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഹാമർ കൊണ്ട് അതിന്മേൽ ചെറുതാന്ന് തട്ടിയാൽ നമുക്കതിന് അടർത്തിയെടുക്കാൻ പറ്റും. ഇതാ ഇത്രേ ഉള്ളൂ. പൈപ്പ് ഇറക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഹോളിന് നമ്മൾ വലിയ ഷേപ്പൊന്നും നോക്കണ്ട. പൈപ്പ് ഇറക്കുമ്പോൾ ഇത്തിരി ടൈറ്റ് ഫീൽ ചെയ്തെന്നാലും നമുക്കത് ഉപകാരമേ ഉള്ളൂ. കാര്യം ഒരിത്തിരി ഗ്രിപ്പ് പൈപ്പും അത് ഡ്രമ്മുമായിട്ട് ഇത്തിരി ഗ്രിപ്പ് കിട്ടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളത് MCL പോലുള്ള എന്തെങ്കിലും ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ടൈറ്റ്നസ് അവിടെ കിട്ടിക്കോളും. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചേമ്പറിൻ്റെ ഗ്യാസ് ഔട്ട്ലെറ്റ് ഇതുവഴിയാണ് എടുക്കുന്നത്. ഈ കാണുന്നത് അതിൻ്റെ സ്ലറി വരുന്നത്. നമുക്കാദ്യം ഈ നോബൊന്ന് വൃത്തിയാക്കി അതിൽ കുറച്ച് പണികൾ കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്തു. ഇത് തമ്മിൽ നമുക്കിവിടെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഞാനിവിടെ ഷെല്ലാക്കും ഒരല്പം ടെഫ്ലോൺ ടേപ്പുമാണ് ഉപയോഗിക്കുന്നത്. ഹോസ് കണക്ടർ മുറിച്ച് കളഞ്ഞതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പീസാണ്. നമുക്ക് അതിന് ഒട്ടിക്കണമെന്ന വരിയിലും കുറച്ച് പണി അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കിവിടെ കാണാം. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്, ഞാനിവിടെ 4 ഇഞ്ചിൻ്റെ പൈപ്പും അതിൻ്റെ എൻഡ് ക്യാപ്പും മാത്രമേ പുതുതായി വാങ്ങിയിട്ടുള്ളൂ. ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന മറ്റ് പൈപ്പും പൈപ്പ് ഫിറ്റിംഗ്സും ഒക്കെ ഉപയോഗശൂന്യമായി വീട്ടിൽ തന്നെ കിടന്നിരുന്ന വസ്തുക്കളാണ്. അത് നമ്മൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തി എടുക്കാമെന്നുകൂടെ നമുക്കിവിടെ കാണാം. ഞാനിതിന് ഉപയോഗിച്ചേക്കുന്ന ഡ്രം ടാർ വരുന്നതാണ്. അതിന് എനിക്ക് വളരെ വില കുറച്ച് കിട്ടി, 500 രൂപ ചിലവായുള്ളൂ. ഇത് നീല ഡ്രം കിട്ടാൻ സാധ്യതയുണ്ട്. നീല ഡ്രം ആണെങ്കിൽ അതിന് കുറച്ചുകൂടെ വില കൂടും. കെമിക്കൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടുമ്പോഴേക്ക് 1500 രൂപയോളം വില വരും. ഡ്രമ്മിൻ്റെ ലിഡും നമ്മുടെ ഈ ഹോസ് കണക്ടറുമായിട്ട് ഒന്നുകൂടെ ടൈറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. കാര്യം അത് ടെഫ്ലോൺ ടേപ്പിൽ നമ്മൾ അത്രയും സെറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്ക മണ്ണും അതുപോലെ തന്നെ ഒരല്പം ഫെവിക്വിക്ക് പോലെയുള്ള ഇൻസ്റ്റൻറ്റ് ഗമ്മുമാണ് ഉപയോഗിക്കുന്നത്. ഇത് സെറ്റാവാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത കുറച്ച് പണിയുണ്ട്, അത് തീർക്കാം. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പൊട്ടിയതും ചളങ്ങിയതുമായിട്ടുള്ള പൈപ്പും ഫിറ്റിങ്സും ഒക്കെയാണ്. ഇതാണ് നമ്മൾ റീയൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിർമ്മിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സ്ലറി ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടിയുള്ള വാൽവാണ്. ഇവിടെ നമുക്ക് അല്പം സോൾവെന്റ് സിമെന്റ് ഉപയോഗിച്ച് വേണം ഇത് ജോയിൻ ചെയ്യാൻ. വാൽവിൻ്റെ 2 വശവും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം നമുക്ക് വെള്ളം വരുന്ന ടാപ്പിൻ്റെ ആകൃതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ സാധിച്ചു. ഇതിൻ്റെ ഈ പൊട്ടിയ വശം കൂടെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ഉണക്കമണ്ണും അതുപോലെ തന്നെ ഒരല്പം ഇൻസ്റ്റൻറ്റ് ഗ്ലൂ ഉപയോഗിക്കും. അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അല്പം ഷെല്ലാക്ക് തേച്ച് ടെഫ്ലോണും കൂടെ ചുറ്റി നമ്മുടെ ഡ്രമ്മിലേക്ക് കണക്ട് ചെയ്യാം. ഡ്രമ്മിന് തിക്നെസ് വളരെ കുറവായതുകൊണ്ട് വാൽവ് എത്രയൊക്കെ തിരിച്ചെന്നാലും നമുക്കൊരു പരിധിക്ക് അപ്പുറം അത് ടൈറ്റാക്കാൻ ഒക്കില്ല. ഇതുകൂടെ നമുക്ക് ഡ്രമ്മിനകത്ത് വാൽവിൻ്റെ എൻഡിലായിട്ട് പിടിപ്പിക്കാം. വാൽവും ഡ്രമ്മുമായിട്ട് ഒരു ടൈറ്റ് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് ലൊക്കേറ്റ് ചെയ്യണം. നമുക്ക് അവിടെ സ്ഥാപിച്ചതിന് ശേഷം ഇതിൻ്റെ മറ്റു പണികൾ ചെയ്യാം. നാലിഞ്ചിൻ്റെ ഈ പൈപ്പ് കൂടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണികൾ പൂർത്തിയാവും. ഡ്രമ്മും പൈപ്പും ജോയിൻ ചെയ്യുന്ന അതിന് ചുറ്റിനും MCL ഒട്ടിച്ചാണ് നമ്മളത് എയർ ടൈറ്റ് ചെയ്യുന്നത്. അവസാനമായി നമുക്ക് ഈ ഗ്യാസ് ഔട്ട്ലെറ്റ് നോബ് കൂടെ ഇതിൽ കണക്ട് ചെയ്യാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച എൻഡ് ക്യാപ്പാണിത്, പൈപ്പിൻ്റെ ഒപ്പം വാങ്ങിയത്. നമ്മൾ ഇത് അടയ്ക്കാൻ വേണ്ടി മാത്രം ഒരു മൂടിയായിട്ട് ഉപയോഗിക്കും. ഇത്രയും കൊണ്ട് നമുക്ക് ഇതിന്മേലുള്ള പണി അവസാനിച്ചു. അവസാനമായി നമ്മൾ ഇതിനകത്തേക്ക് ചാണകം നിറയ്ക്കുകയാണ്. 50 കിലോ ചാണകവും
50 ലിറ്റർ വെള്ളവും ചാണകം മിക്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാം. നമ്മൾ ഈ പ്ലാന്റിനായിട്ട് എടുത്തേക്കുന്നത് 200 ലിറ്ററിൻ്റെ ഡ്രമ്മാണ്. ഇതിനകത്തേക്ക് നമ്മൾ നിലവിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് 50 കിലോ ചാണകവും അത് മിക്സ് ചെയ്യാനായിട്ട് 50 ലിറ്റർ വെള്ളവുമാണ്. മൊത്തം 100 ലിറ്ററോളം നമുക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പകുതിയോളം വന്നെത്തും. അതായത് നമ്മൾ സ്ലറി എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാൽവിൻ്റെ അല്പം വന്ന് ഉണ്ടാവും. ചാണകവും വെള്ളവും മിക്സ് പ്ലാന്റിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു 15 ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്തുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ, അതായത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകൾ നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ. ഇന്നിപ്പോൾ 25ാമത്തെ ദിവസമാണ്. 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലേക്ക് അടുക്കള മാലിന്യങ്ങൾ ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ ഗ്യാസ് കളക്ട് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേസ്റ്റ് അതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് ആ കവർ വീർക്കുന്നത് തന്നെയാണ് ഗ്യാസ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഗ്യാസ് കത്തുമെന്നൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. തീയിൽ കാണിച്ചു നോക്കാം. അടിപൊളി. ഇതിനൊരു ഗ്യാസ് ഫില്ലിംഗ് ബാഗ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അതിൻ്റെ വർക്ക് കൂടെ ചെയ്ത് കാണിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്.